ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക ആരോപണത്തിൽ നിർണായകമായ കണ്ടെത്തൽ. രാവിലെ ഒരു അസ്ഥികൂടം കണ്ടെത്തിയതിന് പുറമെ ഇപ്പോൾ ഇതാ ഒരു പുരുഷ മൃതദേഹാവശിഷ്ടങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുന്നു. 6-ാം പോയിന്റിലെ പരിശോധനയിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അതിലൊന്ന് ഒരു പുരുഷൻ്റേതാണ് എന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 7-ാം പോയിന്റിൽ ഇപ്പോൾ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക ആരോപണത്തിൽ നിർണായകമായ കണ്ടെത്തൽ നടത്തിയ വാർത്ത രാവിലെ കേരള വിഷൻ ന്യൂസ് നൽകിയിരുന്നു. അത് ഒരു മൃതദേഹത്തിൻ്റെ അസ്ഥികൂടം, തലയില്ലാത്ത അസ്ഥികൂടം കണ്ടെത്തി എന്നുള്ളതായിരുന്നു. ഇപ്പോഴിതാ പുരുഷൻ്റേത് എന്ന് സ്ഥിരീകരണം വന്നിരിക്കുന്നു. ജോസഫ് അഗസ്റ്റിൻ, പറയുക. കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ പുരുഷന്റെ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തി. തലയോട്ടി ഒഴികെയുള്ള അസ്ഥിഭാഗങ്ങളാണ് കണ്ടെത്തിയത്. ഇവിടെ ഈ ഭാഗത്ത് കൂടുതൽ മണ്ണ് നീക്കി പരിശോധന നടത്തിയതിൽ നിന്ന് കൂടുതൽ ആളുകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ 6-ാം ഭാഗത്ത് കൂടുതൽ മൃതദേഹം, അതായത് ഒന്നിലധികം മൃതദേഹ ഭാഗങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഇതെല്ലാം ഫോറൻസിക് സംഘം വിദഗ്ധ പരിശോധനയ്ക്കായി മാറ്റിയിട്ടുണ്ട്. എന്തായാലും 7-ാമത്തെ പോയിന്റിൽ ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഈ പുഴയോട് ചേർന്ന പ്രദേശമാണ് ഈ 7-ാം പോയിന്റ്. ഈ ഭാഗത്ത് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. 6:30 വരെ പരിശോധന ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇനിയും 3/4 മണിക്കൂറിലധികം ഇത്തരത്തിൽ പരിശോധന തുടരും. കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും സർവ്വതല സ്പർശിയായിട്ടുള്ള ഒരു അന്വേഷണമാണ് SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഒരു വശത്ത് ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്ത് അസ്ഥികൾ പുറത്തെടുക്കുന്ന, മൃതദേഹ ഭാഗങ്ങൾ പുറത്തെടുക്കുന്ന നടപടികൾ പുരോഗമിക്കുമ്പോൾ മറുഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സാക്ഷിമൊഴികളും കൂടുതൽ പരാതികളും ശേഖരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടത്തുന്നത്. മംഗലാപുരം ഭാഗത്ത് ഇത്തരത്തിൽ ഖത്രി പാർക്കിന് സമീപം ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ ഹെൽപ്പ് ഡെസ്ക് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനും പരാതികൾ അറിയിക്കുന്നതിനും സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുന്നതിനുമാണ് ഇത്തരത്തിൽ ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരുക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, ഈ തലയോട്ടിയുടെ ഭാഗങ്ങൾ, അതായത് കണ്ടെത്തിയ വസ്തുക്കളുടെ സൂക്ഷ്മ പരിശോധനയും നടത്തി വരികയാണ്. ആദ്യഘട്ട പരിശോധന, അതായത് 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളിൽ പരിശോധന നടത്തിയപ്പോൾ നിർണായകമായ വിവരങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇത് കേരള വിഷൻ ന്യൂസാണ് ആദ്യമായി തന്നെ പുറത്തെത്തിച്ചത്. ഈ കണ്ടെത്തിയ നിർണായക വിവരങ്ങളുടെ സൂക്ഷ്മ പരിശോധന നടന്നു വരികയാണ്. 1-ാമത്തെ ഭാഗത്തു നിന്ന് ഒരു സ്ത്രീയുടെ ബ്ലൗസും രേഖകൾ അടങ്ങിയ തെളിവുകളും ബാഗും ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് കിട്ടിയത്. ഇത് 2009 ഗംഗോത്രി ലോഡ്ജിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ പെൺകുട്ടിയുടേതാണ് എന്നുള്ളൊരു സംശയമാണ് അന്വേഷണ സംഘം ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകളും മറ്റും പോലീസ് ഇപ്പോൾ ശേഖരിച്ചു വരികയാണ്. 2009 ഇത്തരത്തിൽ മൂടുബദ്രി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അന്ന് ധർമ്മസ്ഥലയിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശേഖരിക്കുക ഏറെ പ്രയാസമുള്ള കാര്യമാണ്. മാത്രമല്ല, ഈ കാര്യങ്ങളിലൊന്നും ഒരു ഗൗരവപൂർവമായിട്ടുള്ള ഒരു അന്വേഷണം അന്ന് മൂടുബദ്രി പോലീസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പല വിധങ്ങളായിട്ടുള്ള പ്രതിസന്ധികൾ ഈ അന്വേഷണ സംഘം നേരിടുന്നുണ്ട്. നിരവധി മൃതദേഹങ്ങൾ പുറത്തെടുക്കുമ്പോൾ ഇത് ആരുടേതാണ് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതി ഉയരേണ്ടത് നിയമ സാധ്യതകൾക്കും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരാതികൾ ലഭിച്ചെങ്കിൽ മാത്രമാണ് ഈ ആരുടേതാണ് ഈ മൃതദേഹങ്ങൾ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. മാത്രമല്ല, ഇതിന്റെയൊക്കെ DNA അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. നാം മനസ്സിലാക്കുന്നതനുസരിച്ച് ഇതിനോടകം തന്നെ നിരവധി പരാതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പരാതികൾ സംബന്ധിച്ചോ ഈ മണ്ണെടുപ്പ് സംബന്ധിച്ചോ ലഭിക്കുന്ന തെളിവുകൾ സംബന്ധിച്ചോ ഒരു വിവരങ്ങളും കൈമാറുവാൻ അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതീവ രഹസ്യാത്മകമായിട്ടാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഇന്നലെ ഇതിന്റെ തലവനായിട്ടുള്ള DGP പ്രണവ് മോഹന്തി ഈ സ്ഥലത്തെത്തി അന്വേഷണ പുരോഗതി വിലയിരുത്തിയിരുന്നു. അന്വേഷണ പുരോഗതി വിലയിരുത്തിയതിനു ശേഷം മാധ്യമങ്ങളുമായി ഒരു വിവരങ്ങളും പങ്കുവയ്ക്കരുതെന്നുള്ള കർശന നിർദ്ദേശമാണ് എല്ലാ ഉദ്യോഗസ്ഥർക്കും തൊഴിലാളികളും ഇതുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ മാധ്യമങ്ങൾ വിവരങ്ങൾ ആരാഞ്ഞപ്പോൾ ഇത് ഒരു പ്രാഥമിക അന്വേഷണം മാത്രമായിട്ടുള്ളൂ എന്നുള്ള സൂചനയാണ് ഈ ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതുകൂടാതെ ചില രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഈ കേസിന്റെ അന്വേഷണത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ SIT അന്വേഷണം അത് ആവശ്യമില്ലാത്തതാണ്, അത് എത്രയും വേഗം പിരിച്ചുവിടണമെന്നുള്ള നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ശ്രീരാമസേനയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു പ്രസ്താവന എന്തിനാണ് ഇറക്കിയത്, ഇതിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് ആരോപിച്ച് സമരസമിതി പ്രവർത്തകരും രംഗത്ത് ഒരു സാഹചര്യമുണ്ട്. ഈ SITയുടെ അന്വേഷണത്തിൽ
പൂർണ്ണ തൃപ്തിയാണ് സമരസമിതിക്കുള്ളത്. ഇത് കേരള വിഷൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സമരസമിതിയുടെ പ്രവർത്തകനായിട്ടുള്ള ജയന്താണ് ഇത്തരത്തിൽ കേരള വിഷൻ ന്യൂസുമായി ഇതുമായി ബന്ധപ്പെട്ട ആദ്യ പ്രതികരണം നൽകിയത്. അദ്ദേഹം വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. ഈ അസ്ഥികൾ പുറത്തെടുക്കുന്നതിൽ ആർക്കാണ് ഇത്ര വിഷമം എന്ന് മനസ്സിലാക്കുന്നില്ല. കാരണം അസ്ഥികൾ ആരുടേതാണെങ്കിലും ഇവരുമായി ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഇതിൽ ഉത്കണ്ഠാകുലരാകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് അവർ ഉയർത്തിയിട്ടുള്ളത്. ഏതൊക്കെ കാലഘട്ടത്തിൽ ആരൊക്കെ അന്വേഷണമായി വരുന്നു അവരെയെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും സ്ഥലം മാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. 100% വിശ്വസ്തരും കാര്യക്ഷമതയുമുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയാണുള്ളത്. ഇവർക്ക് സത്യം പുറത്തു കൊണ്ടുവരാനാകുമെന്നൊരു പ്രതീക്ഷ കൂടി സമരസമിതി പ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും കർശനമായിട്ടുള്ള പഴുതടച്ച അന്വേഷണമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഒരു വശത്ത് തെളിവെടുത്ത് കൂടുതൽ പരിശോധനകൾ നടത്തുന്നു, മറുഭാഗത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കൂടുതൽ പരാതിയിന്മേൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തുന്നു. അങ്ങനെ സർവ്വതല സ്പർശിയായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും സമാന രീതിയിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിൽ ആദ്യഘട്ടത്തിൽ തന്നെ ശുചീകരണ തൊഴിലാളി ഒരു ആത്മവിശ്വാസക്കുറവ് പ്രകടിപ്പിച്ചിരുന്നു. കാരണം ഈ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള മണ്ണൊലിപ്പുണ്ടായിട്ടുണ്ട്. 2018 പ്രളയം വന്ന സാഹചര്യത്തിൽ നേത്രാവതി പുഴയിൽ വലിയ രീതിയിൽ വെള്ളം കയറിയിരുന്നു. അങ്ങനെ ഈ ഭാഗത്തെ വലിയ രീതിയിൽ മണ്ണ് നീക്കം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മൃതദേഹങ്ങൾ ഒരുപക്ഷെ ഇവിടെ നിന്ന് ഒഴുകിപ്പോയേക്കാം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയേക്കാമെന്ന് അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതാണ്. പക്ഷേ അന്വേഷണത്തിന്റെ നടപടിക്രമങ്ങളുടെയും ഭാഗമായിട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ആദ്യ വശങ്ങൾ കൃത്യമായും പരിശോധിച്ചത്. ശുചീകരണ തൊഴിലാളിക്ക് തൃപ്തിയാകുന്നത് വരെ ഒരു സ്ഥലം കുഴിച്ച് പരിശോധിക്കണം, മണ്ണ് നീക്കി പരിശോധിക്കണം എന്നുള്ള കാര്യമാണ് ഈ തൊഴിലാളികൾക്കും ഉദ്യോഗസ്ഥർക്കും ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ കർശനമായ പരിശോധനകൾ അടക്കം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ നിർണായകമാണ്. കാരണം ദേശീയപാതയോടും വനത്തിനോടും ചേർന്ന പ്രദേശത്ത് വനഭൂമിയിൽ തന്നെയാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ശുചീകരണ തൊഴിലാളി അന്വേഷണ സംഘത്തിന് വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകം ശുചീകരണ തൊഴിലാളിയുടെ വാക്കുകൾ 100% വിശ്വാസത്തിലെടുത്തുകൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന, അദ്ദേഹം നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ഈ SIT സംഘം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനു മുമ്പ് കോടതിയിലും ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിരുന്നു, അതിനൊപ്പം തെളിവുകളും നൽകിയിരുന്നു. പിന്നീട് ഇയാളെ 15 മണിക്കൂറിലേറെ സമയം ഇത്തരത്തിൽ ചോദ്യം ചെയ്ത് മൊഴി നൽകിയിരുന്നു. ഈ മൊഴി നൽകിയ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇയാൾ കൃത്യമായ വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് പങ്കുവച്ചതെന്ന് മനസ്സിലായതിനു ശേഷമാണ് ഇത്തരത്തിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. 13 സ്ഥലങ്ങളാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 14ഉം 15ഉം സ്ഥലങ്ങൾ ഒരു ഉന്നതനായ വ്യക്തിയുടെ പറമ്പാണ് കാണിച്ചിരിക്കുന്നത്. ആ പറമ്പിൽ കയറി കുഴിയെടുക്കണമെങ്കിൽ കോടതിയുടെ നിർദ്ദേശം ഉണ്ടാകണം, കോടതിയിൽ നിന്ന് അനുമതി ലഭിക്കണം. ആ അനുമതിക്കായി പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കാത്തു നിൽക്കുകയാണ്. ബനേഷ്, ശരി. പുരുഷന്റേത് എന്ന് കരുതപ്പെടുന്ന അസ്ഥി കണ്ടെത്തിയിരിക്കുന്നു. അതാണ് ധർമ്മസ്ഥലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്ത. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സുപ്രധാനമായ ചില നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി